ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത്. ഇന്നലെ നമ്മൾ അപ്പമാണ് ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അപ്പം. അപ്പോൾ അപ്പം പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു എഗ് പെപ്പർ റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അപ്പത്തിൻ്റെ കൂടെ എഗ് പെപ്പർ റോസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും മുട്ടയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടിരിക്കല്ലേ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എഗ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മീഡിയം വലിപ്പത്തിലുള്ള സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട ആയതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തത്. 4 മുട്ടയാണെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കാം കേട്ടോ. പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്, ഹോൾ സ്പൈസസ്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, ഒരു ചെറിയ പീസ് പട്ട, 4-5 ഗ്രാമ്പു, ഒരു തക്കോലം, ഒരു ഏലക്ക, ഒരു വറ്റൽമുളക്. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലയിലാണ് നമ്മൾ ഈ ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് നമ്മുടെ കറി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തക്കോലം ഒന്ന് 2ആയിട്ടോ 3ആയിട്ടോ ഒടിച്ചിട്ട് കൊടുക്കാം. വേഗം ഡ്രൈ റോസ്റ്റായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക്, ഇത് എരിവുള്ള വറ്റൽമുളകാണ്, നമ്മുടെ കാശ്മീരി ചില്ലി അല്ല. ഇതെല്ലാം ചേർത്തൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞും പോകില്ല, അതുപോലെ തന്നെ വല്ലാതെ കുക്കാവാതെ ഇരിക്കുകയില്ല. പാകത്തിന് കുക്കായി കിട്ടും. മുളകിൻ്റെ കളർ മാറുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് പൊടികൾ ചേർക്കാം. പക്ഷേ പൊടികൾ ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ചേർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഒന്ന് അരച്ച് വയ്ക്കാം. തക്കാളിയുടെ പേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, തക്കാളി മുറിച്ചിട്ടല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വയ്ക്കാം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊന്ന് മാറി കഴിഞ്ഞിട്ടേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ നമ്മുടെ കറിയുടെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളകാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ് പെപ്പർ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കുരുമുളകൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ. ഞാനിപ്പോൾ ചട്ടി ഓഫ് ചെയ്യാത്തതുകൊണ്ട് ചട്ടിക്ക് ചൂടുണ്ട്. അപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചൂടായി വരട്ടെ. ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി സവോളയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കുക. തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി, ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പൊടി ചേർക്കാനുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിയാണത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ 3 മുട്ടയിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്.
ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ തലേ ദിവസം പുഴുങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സവോളയും എല്ലാം തലേ ദിവസം തൊലിയൊക്കെ മാറ്റി നന്നാക്കി വെക്കുകയാണെങ്കിൽ വേഗം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പല്ല, മസാല പൊതിഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലകളുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ചേർക്കണം കേട്ടോ, കുറച്ചൊന്നല്ല, ഈ ഒരു മസാല മുഴുവനായിട്ട് തന്നെ ചേർക്കണം. ഇനി മസാലകളുടെ ഈ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയ്ക്ക് ഒരുപാട് റോ ടേസ്റ്റ് ഇല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി അരച്ചെടുക്കാം. ഞാനതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റട്ടെ, തക്കാളി അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഈ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർക്കണം. ചൂടുവെള്ളം ചേർത്താലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്നുകൂടി ഒന്ന് തെളിഞ്ഞ് വരട്ടെ. തക്കാളി മുറിച്ച് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ മുറിച്ച് ചേർക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോഴാണ് തക്കാളിയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങി വരിക. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മസാല കുക്കായി വരണം. തക്കാളിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് മുട്ട 2ആയിട്ടോ 4ആയിട്ടോ നിങ്ങൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ 2ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഗ്രേവിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് മസാലയേ ഉള്ളൂ, പക്ഷേ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ മസാലയൊക്കെ ആവശ്യത്തിന് ആയിക്കോളും. ഇതിലേക്ക് ഇനി ഗരം മസാലയോ വേറെ മീറ്റ് മസാലയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെല്ലാ മസാലകളും പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കാനില്ല. ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ നമുക്ക് എക്സ്ട്രാ ചേർക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ കുക്കായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. കുറച്ച് മതി, ഒരുപാട് വെള്ളം വേണ്ട. ഈ വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമ്മളിതിൻ്റെ എരിവും ഉപ്പും എല്ലാം ചെക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നമുക്ക് മുട്ട ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവോള എടുക്കുക. അതുപോലെ തന്നെ തക്കാളിയുടെ എണ്ണം കൂട്ടുക. അതാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ട് വേണം നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർക്കാനായിട്ട്. ഇപ്പോൾ തന്നെ മുട്ട ചേർക്കരുത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. 4ആയിട്ടോ 2ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തോന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ മുട്ടയൊന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഈ ഗ്രേവി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറയ്ക്കുന്നൊന്നുമില്ല, വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്കപ്പോൾ ഇതുപോലെ വേണ്ട കറി എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഗ്രേവി ഉള്ള ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. തേങ്ങയുടെ 1/4 പാല് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി ലൂസായി കിട്ടും. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ 2 ഓപ്ഷനും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട മസാലയൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, മേളിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു റോസ്റ്റ് പാകത്തിലാണ്. നിങ്ങൾക്കിനി ഇത് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി വറ്റി കഴിഞ്ഞിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പല സ്റ്റേജിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാം. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് റോസ്റ്റ് പാകത്തിലെടുക്കുന്നത്.
പിന്നെ നല്ല എരിവുണ്ടാവും കേട്ടോ, കുരുമുളകിൻ്റെ ആ ഒരു നല്ലൊരു എരിവുണ്ടാവും. മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, കുരുമുളകിൻ്റെ എരിവാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ കുരുമുളകിൻ്റെ എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോളൂ, ഒരു ടീസ്പൂൺ ആക്കിക്കോളൂ. പക്ഷേ നല്ലൊരു എരിവുള്ള കറിയാണ് ഈ അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റായിട്ട് വരുന്നത്. ഇത് അപ്പത്തിന് മാത്രമല്ല, ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് അപ്പത്തിൻ്റെ കൂടെയാണ് റെഡിയാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.